സമയമാണ്. ഈ മരത്തിൽ താമസിക്കുന്ന എല്ലാ പക്ഷികളും ഒരുമിച്ച് ആഹാരം തേടി പോയിരിക്കുകയാണ്. ഞാൻ കുറേ ദിവസങ്ങളായി അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ശൈത്യകാലത്തേക്ക് വേണ്ടി ധാരാളം ഭക്ഷണം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ചിന്തു തത്ത മരത്തിലിരുന്നു പഴങ്ങൾ പറിച്ചു കഴിക്കുകയാണ്. കൂടെ ഒരു പാട്ടും മൂളുന്നുണ്ട്. മധുരമുള്ള പഴങ്ങൾ ഞാൻ ഇന്നും നാളെയും കഴിക്കും. ഇതിൽ നിന്ന് എനിക്ക് ശക്തി കിട്ടും. എന്നിട്ട് ഞാൻ ഇഷ്ടം പോലെ കവിതകൾ ചൊല്ലും. വാഹ് വാഹ്, ഈയിടെയായി ഞാൻ നല്ല പാട്ടുകൾ ഉണ്ടാക്കി പാടാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പകരം ഞാൻ മാത്രം. അപ്പോഴാണ് മീനയും സിമ്മിയും എന്ന കുരുവികൾ അവിടെ വരുന്നത്. അവർ ദേഷ്യത്തോടെ ചിന്തുവിനോട് പറയുന്നു, എടാ ചിന്തു, നീ ഇപ്പോൾ ഈ മരത്തിലെ പഴങ്ങളെല്ലാം തിന്നു തീർക്കുമോ? ഞങ്ങൾക്ക് വേണ്ടിയും കുറച്ച് ബാക്കി വെക്ക്. അതെ, നീ പറഞ്ഞത് തികച്ചും ശരിയാണ് സിമ്മി. ഈ ചിന്തു എപ്പോഴും നല്ല മരങ്ങളിലെ പഴങ്ങളെല്ലാം ഒറ്റയ്ക്ക് തിന്നു തീർക്കും. ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ബാക്കി വെക്കാറുമില്ല. അയ്യോ, നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ തടഞ്ഞിട്ടുണ്ടോ? സഹോദരിമാരെ, നിങ്ങളും കഴിക്കൂ. ഇതൊരു വലിയ മരമല്ലേ, നമുക്ക് എല്ലാവർക്കും സുഖമായി കഴിക്കാം. എനിക്ക് ഒറ്റയ്ക്ക് ഈ പഴങ്ങളെല്ലാം തിന്നു തീർക്കാൻ കഴിയില്ലല്ലോ. അയ്യോ, പോ, ഞങ്ങൾക്കെല്ലാം അറിയാം. വാ സിമ്മി, ഇവനോട് മിണ്ടാ നിൽക്കണ്ട. നമുക്ക് പഴം കഴിച്ച് തിരിച്ചു പോകാം. പക്ഷെ അവിടെയും ഈ തത്ത എങ്ങനെയെങ്കിലും വന്നോളും. വിട്ടേക്ക് മീന, നമുക്ക് പഴങ്ങൾ കഴിക്കാം. നോക്കൂ, കാണാൻ എത്ര രുചികരമായിട്ടുണ്ടല്ലേ. ഇത് കേട്ട് തത്ത അവിടെ നിന്ന് പറന്നുപോയി തന്റെ വീടുള്ള ആൽമരത്തിൽ വന്നിരുന്ന് ആലോചിക്കാൻ തുടങ്ങി. അതിന്റെ തടിയിലായിരുന്നു അവന്റെ വീട്. അവിടെ ഇരുന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, ഈ കുരുവികൾക്ക് എന്നെ ഇഷ്ടമേ അല്ല. ഞാൻ എപ്പോഴും അവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. എങ്കിലും സാരമില്ല, ഒരു ദിവസം അവർക്ക് സത്യം മനസ്സിലാകും. അന്ന് അവർക്ക് എൻ്റെ കൂട്ടുകൂട്ടും പാട്ടും ഇഷ്ടമാകും. ചിന്തു എപ്പോഴും ഇങ്ങനെ സ്വയം മറന്നു നടക്കുമായിരുന്നു. അതേ ആൽമരത്തിൽ തന്നെയായിരുന്നു മറ്റു കുരുവികളും താമസിച്ചിരുന്നത്. അവർക്ക് ചിന്തു അവിടെ താമസിക്കുന്നത് അത്ര ഇഷ്ടമായിരുന്നില്ല. എങ്കിലും വർഷങ്ങളായി അവൻ അവിടെ ഉള്ളതുകൊണ്ട് ആരുമൊന്നും പറയുമായിരുന്നില്ല. ഒരു ദിവസം, മീന, സിമ്മി, ഞാൻ കുറച്ച് ആഹാരം തരിയാൻ പോവുകയാണ്. അതുവരെ നിങ്ങൾ രണ്ടുപേരും എന്റെ കുഞ്ഞുങ്ങളെ നോക്കണേ, ശരിയല്ലേ? പക്ഷേ ചീനു, എനിക്കും മീനയ്ക്കും പഴങ്ങൾ ശേഖരിക്കാൻ പോകണമായിരുന്നു. എന്ത്? അയ്യോ, അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ചിന്തു തന്റെ വീട്ടിലിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ചീനു മൈനയിരിക്കുന്ന കൊമ്മിനടുത്തേക്ക് വന്നിരുന്നു. ചിന്തുവിന്റെ സംസാരം കേട്ട്, അയ്യോ ചീനുമൈന, നീ വിഷമിക്കണ്ട. നിന്റെ കുട്ടികളെ ഞാൻ നോക്കിക്കോളാം. അതുവരെ നീ പോയി അവർക്ക് വേണ്ട ആഹാരം കൊണ്ടുപോവാ. ചിന്തുവിന്റെ ഇത്തരം സംസാരം കേട്ട് ചീനു ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു, എന്ത്? നീ നോക്കുമെന്നോ? വേണ്ട വേണ്ട, അത് വേണ്ട. എനിക്ക് നിന്നെ വിശ്വാസമില്ല. അതിനേക്കാൾ നല്ലത് ഞാൻ ഇവിടെ കുറച്ചു നേരം കൂടി നിന്ന് സിമ്മിയും മീനയും തിരികെ വരുന്നത് വരെ കാത്തിരിക്കുന്നതാണ്. ചീനുവിന്റെ വാക്കുകൾ കേട്ട് ചിന്തുവിന് വലിയ വിഷമമായി. അവൻ എപ്പോഴും നല്ല മനസ്സോടെയാണ് കുരുവികളെ സഹായിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ അവരെപ്പോഴും അവനെ തെറ്റായാണ് കരുതിയത്. എങ്കിലും തന്റെ വിഷമം മറച്ചു വെച്ചുകൊണ്ട് ചിന്തു എല്ലാ കുരുവികളോടും പറയുന്നു, ശരി, നിങ്ങൾക്ക് എങ്ങനെയോ അതുപോലെ തന്നെ നടക്കട്ടെ. എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാം. പാവം ചിന്തു വിഷമത്തോടെ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്നാൽ അടുത്തുള്ള മറ്റൊരു മരത്തിലിരുന്ന് കാലു എന്ന കാക്ക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ അതീവ ലോഭിയും കൗശലക്കാരനുമായിരുന്നു. ചിന്തുവിന്റെ അവസ്ഥ കണ്ട് അവന് ചിരി വന്നു. ഈ ആൽമരത്തിലെ കുരുവികൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ മണ്ടൻ ചിന്തുവിനെ എന്തിനാണ് അവർ വെറുക്കുന്നത്? എങ്കിലും ഇതിലെനിക്ക് ലാഭമുണ്ട്. കാരണം ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. വൈകാതെ മഞ്ഞുകാലം വരാനിരിക്കുകയായിരുന്നു. അതിനാൽ എല്ലാ കുരുവികളും ആഹാരം ശേഖരിച്ചു വെച്ചിരുന്നു. കാലു കാക്കയുടെ കണ്ണു നേരത്തെ തന്നെ അതിലുണ്ടായിരുന്നു. എന്നാൽ ചിന്തുവിന്റെ അവസ്ഥ കണ്ടപ്പോൾ അവന് ഒരു ബുദ്ധി തോന്നി. അടുത്ത ദിവസം അവൻ ചിന്തുവിന്റെ അടുത്തെത്തുന്നു. വാ, എന്തു നല്ല വെയിലാണ്, സമ്മതിക്കണം. മഞ്ഞുകാലത്തെ വെയിലിന്റെ കാര്യം വേറെ തന്നെയാണ്. വേനൽക്കാലത്തെ ക്ഷീണമൊക്കെ ഈ വെയിലേറ്റാൽ മാറും.
ഇനി കുറച്ച് മധുരമുള്ള പഴങ്ങളോ എരിവുള്ള മുളകോ കഴിക്കണമെന്ന് തോന്നുന്നു. പോയി കഴിച്ചിട്ട് വരാം. അപ്പോഴാണ് പിന്നിൽ നിന്ന് കാലു കാക്കയുടെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ചിന്തു, നിന്റെ വിശപ്പടക്കാൻ എന്റെ കയ്യിൽ വളരെ നല്ലതും എളുപ്പവുമായ ഒരു വഴിയുണ്ട്. എന്താണ് ആ വഴി കാലു? ഉച്ചസമയമാണ്. ഈ മരത്തിൽ താമസിക്കുന്ന എല്ലാ പക്ഷികളും ഒരുമിച്ച് ആഹാരം തേടി പോയിരിക്കുകയാണ്. ഞാൻ കുറേ ദിവസങ്ങളായി അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ശൈത്യകാലത്തേക്ക് വേണ്ടി ധാരാളം ഭക്ഷണം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാലു? നിന്റെ ഉദ്ദേശം അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിന്തു, നിന്റെ ഉദ്ദേശങ്ങൾ എപ്പോഴും നല്ലതാണല്ലോ. പക്ഷെ എന്നിട്ടും ഇവിടെ താമസിക്കുന്ന എല്ലാ പക്ഷികളും നിന്നെ വെറുക്കുന്നു, എന്നെ വെറുക്കുന്നത് പോലെ തന്നെ. പിന്നെ ഈ മന്മയൊക്കെ കൊണ്ട് നീ എവിടെ പോകാനാണ് സഹോദര? നമുക്കിപ്പോൾ എത്ര എളുപ്പത്തിൽ പോയി വയറ് നിറയ്ക്കാം, നല്ല മധുരമുള്ള നീരുള്ള പഴങ്ങൾ കൊണ്ട്. നിനക്കുണ്ടായ ആ അപമാനമൊന്ന് ഓർത്തു നോക്കൂ. എന്നിട്ട് ഈ മധുരമുള്ള പഴങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കൂ. നീ പറയുന്നതും ശരിയാണ് കാലു. ഈ കുരുവികൾ ഇന്നുവരെ എന്നോട് നന്നായി പെരുമാറിയിട്ടില്ല. ഞാൻ അവരോട് തെറ്റ് ചെയ്യുമെന്നാണ് അവർ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനു നന്മ ചെയ്യണം? അതെ, അതുതന്നെ. എങ്കിൽ പിന്നെ വൈകിക്കുന്നത് എന്തിനാണ്? എനിക്ക് നല്ല വിശപ്പുണ്ട്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടിന്റെ ഫലം കഴിച്ചാലേ ഇനി എൻ്റെ വിശപ്പ് മാറൂ. അയ്യോ കാലു, ആദ്യം ഞാൻ പറയുന്നത് പൂർണ്ണമായി കേൾക്ക്. നീ എന്നെ നിന്റെ വാക്കുകളിൽ വീഴ്ത്താൻ വന്നതാണല്ലേ. പക്ഷെ തത്തകൾ നല്ല ബുദ്ധിയുള്ളവരാണ്. ഞാൻ അത്ര പെട്ടെന്നൊന്നും നിന്റെ വലയിൽ വീഴില്ല. കുരുവികൾക്ക് ഞാൻ മോശക്കാരനാണെന്ന് തോന്നുന്നുണ്ടാകാം. പക്ഷെ അതിനർത്ഥം ഞാൻ ശരിക്കും തെറ്റ് ചെയ്ത് അവരുടെ ധാരണ ശരിവെക്കണം എന്നല്ല. എന്ത് എടാ ചിന്തു, നീ എന്താ ഒന്നാം തരം മണ്ടനാണോ? ഇവിടെ മുകളിൽ നല്ല തേൻ പോലത്തെ മധുരമുള്ള പഴങ്ങൾ നിന്നെ കാത്തു നിൽക്കുമ്പോൾ നീ അത് വേണ്ടെന്ന് വെക്കുകയാണോ? നിനക്കെന്താ വട്ടാണോ? മിണ്ടാതെ എൻ്റെ കൂടെ വന്നേ. എടാ കാലു, നോക്ക്, ഞാൻ വരാൻ പോകുന്നില്ല. ആ പാവം കുരുവികൾ കഷ്ടപ്പെട്ട് ശേഖരിച്ച ഭക്ഷണം ഞാൻ നിന്നെ കഴിപ്പിക്കില്ല. അവർ വേനൽക്കാലം മുഴുവൻ ഇതിനായി കഷ്ടപ്പെട്ടതാണ്. മനസ്സിലായോ? ശരി, നീ എന്നെ എങ്ങനെ തടയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാനിതാ പോകുന്നു. പിന്നൊരു കാര്യം, നീ ഇപ്പോഴും വരികയാണെങ്കിൽ ഞാൻ വേണ്ട എന്ന് പറയില്ല. നമുക്ക് പങ്കിട്ട് കഴിക്കാൻ കൂട്ടുകാരാ, വാ. ഇത്രയും പറഞ്ഞ് കാലു കുരുവികളുടെ കൂട്ടിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ചു കഴിക്കാൻ തുടങ്ങി. തന്നെ കണ്ട് ചിന്തു തന്റെ പിന്നാലെ വരുമെന്ന് അവൻ കരുതി. പക്ഷേ അതുണ്ടായില്ല. പകരം ചിന്തു ഇത് കണ്ട് ആലോചിക്കുകയായിരുന്നു. ഈ കാലിങ്ങനെ പറഞ്ഞാൽ കേൾക്കുമെന്ന് തോന്നുന്നില്ല. എനിക്കിപ്പോൾ തന്നെ പോയി കുരുവികളോട് പറയണം. എല്ലാ കുരുവികളും കൂടി കൊത്തുമ്പോൾ അവന്റെ അഹങ്കാരം മാറിക്കോളും. ചിന്തു പറന്നുപോയി മറ്റു കുരുവികളെ തിരയാൻ തുടങ്ങി. എന്റെ കുരുവി കൂട്ടുകാർ എവിടെ പോയി? വേഗം അവരെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇല്ലെങ്കിൽ ആ കാലി കാക്ക എല്ലാവരുടെയും ഭക്ഷണം തീർക്കും. കുറച്ചു ദൂരം പോയപ്പോൾ മീനയും സിമ്മിയും ചീനുവും മറ്റു കുരുവികളും ഒരു പാടത്തിരുന്ന് ധാന്യം കഴിക്കുന്നത് ചിന്തു കണ്ടു. എല്ലാവരും ഒന്ന് കേൾക്കൂ, ശ്രദ്ധിച്ചു കേൾക്കൂ. അരെ നീയാ ഇവിടെയോ? നീ ഞങ്ങളെ പിന്തുടർന്നതാണോ? ഞങ്ങളുടെ ഈ ഭക്ഷണ സ്ഥലം കണ്ടുപിടിക്കാൻ വന്നതാണല്ലേ? നോക്കൂ, ഇത് ഞങ്ങൾ പക്ഷികളുടെ മാത്രം രഹസ്യ സ്ഥലമാണ്. ഞങ്ങൾ നിന്നെ ഇവിടെ ആഹാരം കഴിക്കാൻ സമ്മതിക്കില്ല. അതെ, ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ കാര്യങ്ങൾ നിനക്ക് അത്ര നല്ലതാകില്ല. ഓ, ഇപ്പോൾ നിങ്ങളുടെ ഇത്തരം സംസാരം കേട്ടിട്ട് കാടുകാക്കയെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത്? ആ ദുഷ്ടനായ കാലു കാക്കയോ? അവൻ എന്ത് ചെയ്തു? അവൻ ആൽമരത്തിലെത്തിയിട്ടുണ്ട്. അവസരം നോക്കി അവൻ നിങ്ങളുടെ മഞ്ഞുകാലത്തെ ഭക്ഷണം മോഷ്ടിച്ചു കഴിക്കുകയാണ്. അതുകൊണ്ട് വേഗം എൻ്റെ കൂടെ വരൂ. അയ്യോ ദൈവമേ, അതാണോ കാര്യം? എങ്കിൽ വേഗം വായോ. എന്റെ കുഞ്ഞുങ്ങളും അവിടെ തനിച്ചാണ്. അവൻ അവരെ ഉപദ്രവിക്കാതിരുന്നാൽ മതിയായിരുന്നു. അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ വേഗം വരാൻ പറയുന്നത്. എല്ലാ കുരുവികളും ചിന്തുവിനോടൊപ്പം പറന്ന് ആൽമരത്തിലെത്തുകയും കാലുവിനെ കൈയോടെ പിടികൂടുകയും ചെയ്യുന്നു. എടാ കാലു, ഇന്ന് നീ പരിധി വിട്ടിരിക്കുന്നു. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമായോ? ഇന്ന് ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ല. എല്ലാ കുരുവികളും തിരികെ വന്നത് കണ്ട് കാലു പേടിച്ചു വിറച്ചു പറയുന്നു. നിങ്ങൾ എല്ലാവരും ഇവിടെയോ? ചിന്തു തത്ത ഞങ്ങളോടെല്ലാം പറഞ്ഞു തന്നു. ഇപ്പോൾ നീ ഇവിടെ നിന്ന് മിണ്ടാതെ പോയിക്കോ, അല്ലെങ്കിൽ അത് നിനക്ക് അത്ര നല്ലതാവില്ല.
ഞാൻ പറയുന്നത് ഇവനെ ഇവിടുന്ന് പോകാൻ അനുവദിക്കരുതെന്നാണ്. നമുക്ക് എല്ലാ പക്ഷികളും കൂടി ചേർന്ന് ഇവനെ നല്ലൊരു പാഠം പഠിപ്പിക്കാം. മീന ഇത് പറഞ്ഞതും മരത്തിലുള്ള എല്ലാ കുരുവികളും കാലുവിനെ വളയുന്നു. ഈ അവസ്ഥയിൽ കാലു പേടിച്ച് വിയർക്കാൻ തുടങ്ങി. അയ്യോ അയ്യോ, പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കൂ. എന്നാൽ എല്ലാ കുരുവികളും ചേർന്ന് കാലുവിനെ കൊത്തി ഓടിക്കാൻ തുടങ്ങി. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഓടിക്കോടിക്കോ, ഓടിക്കോ. എങ്ങനെയൊക്കെയോ കാലു അവിടെ നിന്ന് രക്ഷപ്പെട്ട് പറന്നുപോയി. ചിന്തു കാരണം എല്ലാ കുരുവികളുടെയും വീടും കുട്ടികളും ഭക്ഷണവും സുരക്ഷിതമായി. ഒടുവിൽ ഈ കാലുകാക്ക എന്ന ശല്യം ഒഴിഞ്ഞു കിട്ടി. ഇനി സ്വപ്നത്തിൽ പോലും അവൻ നമ്മളെ ശല്യം ചെയ്യില്ല. അതെ, പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇതെല്ലാം ചിന്തു ചേട്ടൻ കാരണമാണ് സാധ്യമായത്. അദ്ദേഹത്തോട് നന്ദി പറയാൻ നമ്മൾ മറക്കരുത്. ചിന്തു ചേട്ടാ, ഒരുപാട് നന്ദി. അതെ അതെ, നന്ദി ചേട്ടാ. കൊള്ളാം കൊള്ളാം. കാലുകാക്കയുടെ പദ്ധതി പരാജയപ്പെട്ടു. അവന് തന്റെ അത്യാഗ്രഹത്തിന്റെ കൈപ്പേറിയ ഫലം ലഭിക്കുകയും ചെയ്തു. എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇനി കൂട്ടുകാരാവാം, അല്ലേ? സിമ്മി, നീ ഈ കവിതയൊക്കെ അങ്ങ് വിട്ടേക്ക്. നീ ഇത് വളരെ മോശമായാണ് ചെയ്യുന്നത്. ഇതിലൊക്കെ ചിന്തു ചേട്ടനാണ് മിടുക്കൻ. ഇത് കേട്ട് എല്ലാവരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി.